എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളും ടാലന്റ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് ആസ്പിരൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ സമഗ്രവും സമ്പൂർണ്ണവുമായ കുറച്ച് വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വിജ്ഞാപന തീയതിയിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പൊ എന്നാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം വന്നതെന്ന് നോക്കാം. 30/8/2025 ഇതിന്റെ വിജ്ഞാപനം വന്നത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്നായിരുന്നു 3/10/2025. ഇനി ഇതിൽ ഏറ്റവും ആകർഷകമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ഡിഗ്രി ലെവൽ തസ്തികകളുടെ എല്ലാം ആകർഷകമായ ഒരു ഘടന, ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ സാലറി തന്നെയാണ്. അപ്പൊ എത്രയാണ്? 39,300 മുതൽ 83,000 വരെയുള്ള സാലറി പാക്കേജ് ആണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റിന് നൽകപ്പെടുന്നത്. എത്രയാണെങ്കിലും മോഹിപ്പിക്കുന്ന ഒരു സാലറി ആണല്ലോ. എത്രയാണ്? 39,000 മുതൽ 83,000 വരെയുള്ള സാലറിയാണ് നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു തസ്തികയിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യപ്പെട്ടാൽ. അപ്പൊ നമുക്കറിയാം ഡിഗ്രി പ്രിലിംസ് മെയിലോ ജൂണിലോ കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഡിഗ്രി പ്രിലിംസിന്റെ കൂടെ ഈ ഒരു തസ്തികയും ആരും മറന്നു പോരുത്. അത്യാവശ്യം നല്ല സാലറിയുള്ള, തരക്കേടില്ലാത്ത പ്രൊമോഷൻ സ്കെയിലുള്ള ഒരു പരീക്ഷയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ്. അപ്പോൾ ഈ തസ്തികയുടെ മറ്റു വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെ പ്രധാന പ്രൊമോഷൻ സാധ്യതകൾ നമുക്ക് ആദ്യം പറയാം. ആദ്യം നമുക്ക് സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആയിട്ടും അതുപോലെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറുമായിട്ടൊക്കെ നമുക്ക് പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് ആണ്. അതുപോലെ തന്നെ നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ അവസ്ഥ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ എന്തായാലും ഒരു റാങ്ക് ലിസ്റ്റ് പോകുന്നുണ്ട്. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ എത്രത്തോളം നിയമനം നടന്നു എന്നുകൂടെ നമ്മൾ വസ്തുത മനസ്സിലാക്കി മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ആ റാങ്ക് ലിസ്റ്റ് വന്ന തീയതി എന്നാണ് 8/8/2023 വരെയാണ്. അപ്പൊ 2026 8/8 വരെ ഈ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടാവും. അപ്പോൾ എത്ര അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എത്രയാണ്? 36 അഡ്വൈസ് മാത്രമേ നിലവിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റിന് പോയിട്ടുള്ളൂ. അപ്പൊ നിയമനം വളരെ കുറച്ച് നടക്കുന്ന സ്റ്റേറ്റ് വൈഡ് ലെവലുള്ള ഒരു എക്സാം ആണ്. പക്ഷെ 36 അഡ്വൈസ് മാത്രമേ പോയിട്ടുള്ളൂ. അവസാന അഡ്വൈസ് പോയിരിക്കുന്നതെന്നാണ് 9/6/2025 ഈ തസ്തികയിലേക്കുള്ള അവസാന അഡ്വൈസും പോയിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ വിഭാഗങ്ങൾക്ക് അഡ്വൈസ് ലഭിച്ചു എന്നുള്ള വിശദാംശങ്ങൾ ഈ സ്ലൈഡിൽ തന്നെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ 36 അഡ്വൈസേ നടന്നിട്ടുള്ളൂ. പക്ഷേ എത്രയാണെങ്കിലും ഇതിന്റെ കട്ട് ഓഫ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാകും. 36 അഡ്വൈസ് എന്ന് പറയും നമുക്ക് പാടുള്ള ഒരു നിയമനം കുറച്ചുള്ളത് കൊണ്ട് ആരും നിരാശപ്പെടേണ്ട. പക്ഷേ കട്ട് ഓഫ് വളരെ കുറവ് വരുന്ന മറ്റ് ഡിഗ്രി ലെവൽ തസ്തികകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കട്ട് ഓഫ് വളരെ കുറവാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്കൂടെ ഞാൻ കടക്കാം. അപ്പോൾ നമ്മൾ ഈ റാങ്ക് ലിസ്റ്റിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞു. ഇനി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുടെ കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്ന് കൂടെ നമ്മൾക്ക് അറിയണ്ടേ. പ്രിലിംസിന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. 44.33 ആയിരുന്നു ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്രിലിംസിലെ കട്ട് ഓഫ്. ഇനി മെയിൻസിലെ കട്ട് ഓഫ് എത്രയായിരുന്നു? 35 മാർക്കായിരുന്നു മെയിൻസിലെ കട്ട് ഓഫ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകളെ പോലെയല്ല, 44 ആയിരുന്നു പ്രിലിംസിലെ കട്ട് ഓഫ് എങ്കിൽ എത്രയായിരുന്നു മെയിൻസിലെ കട്ട് ഓഫ്? 35 ആണ് കട്ട് ഓഫ് വന്നത്. പക്ഷേ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എത്രയായിരുന്നു? 970ഓളം ആളുകളായിരുന്നു ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് വളരെ ബൃഹത്തായ ഒരുപാട് ആളുകൾ ഉൾക്കൊള്ളുന്നു. 970ഓളം, ഏകദേശം 1000-നടുത്ത് ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ് ആയിരുന്നു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റിന്റേത്. പക്ഷേ 36 നിയമനങ്ങളെ ഇതുവരെ സോഫാർ നടന്നിട്ടുള്ളൂ എന്നുകൂടെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസിന്റെ മെയിൻസിന്റെ സിലബസ് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ സിലബസ് ആണ്. ഏകദേശം ഇതേ സിലബസ് തന്നെ ആയിരിക്കും ഇത്തവണയും ഫോളോ ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ സിലബസ് നമുക്കൊന്ന് അവലോകനം ചെയ്യാം. ഹിസ്റ്ററിയിൽ നിന്ന് 2 മാർക്ക്, ജോഗ്രഫിയിൽ നിന്ന് 2 മാർക്ക്, എക്കണോമിക്സിൽ നിന്ന് 2 മാർക്ക്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിൽ നിന്ന് 2 മാർക്ക്, ഫിസിക്സിൽ നിന്ന് 1 മാർക്ക്, കെമിസ്ട്രിയിൽ നിന്ന് 1 മാർക്ക്, ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സിൽ നിന്ന് 1 മാർക്ക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൽ നിന്ന് 1 മാർക്ക് ഉണ്ടാവും. അതുപോലെ കറന്റ് അഫയേഴ്സിൽ നിന്ന് 8 മാർക്കാണ് ഉണ്ടാവുന്നത്. മറ്റ് GK വിഷയങ്ങളെ പോലെ അല്ല, കറന്റ് അഫയേഴ്സിൽ നിന്ന് 8ഓളം മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ മാത്സിൽ നിന്ന് 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് 10 മാർക്ക്, അതുപോലെ റീജിയണൽ ലാംഗ്വേജിൽ നിന്നും 10 മാർക്ക് വരുന്നുണ്ട്. 30 മാർക്കോളം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നീ 3 വിഷയങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ജനറൽ കാറ്റഗറി നോക്കുമ്പോൾ, ജനറൽ വിഷയങ്ങൾ നോക്കുമ്പോൾ കുറവാണ്, 1, 2, 2, 1 ഒക്കെയാണ് വരുന്നത്. പക്ഷെ കറന്റ് അഫയേഴ്സിൽ നിന്ന് 8 മാർക്കോളം കഴിഞ്ഞ മെയിൻസിന്റെ
ഈ സിലബസിൽ വരുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട കാര്യം, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയ്ക്ക് 50 മാർക്കിന്റെ നിയമ ചോദ്യങ്ങൾ ഉണ്ടാവും. അതായത് ലോയുടെ ഭാഗത്ത് നിന്ന് എത്ര മാർക്കാണ്? 50 മാർക്കാണ് ഈ ഒരു പരീക്ഷയ്ക്ക് ഉണ്ടാകുന്നത്. അതുപോലെ നോട്ടിഫിക്കേഷൻ നമ്മൾ കണ്ടിരുന്നു, അതായത് നിയമബിരുദമുള്ളവർക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് ഏത്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ്. അതിന്റെ കാര്യം മനസ്സിലായല്ലോ. 50 മാർക്കാണ്. ഏത് ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പരീക്ഷയാണ്. പക്ഷേ നിയമബിരുദമുള്ള ആളുകൾക്ക് ഒരു മുൻഗണന ലഭിക്കുന്നു. എന്തുകൊണ്ടാണ്? 50 മാർക്കിന്റെ നിയമത്തിൽ നിന്നുള്ള, നിയമഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് മെയിൻസ് പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പൊ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് പരീക്ഷ നിയമ വിദ്യാർത്ഥികൾക്ക്, ഇല്ല നിയമ ബിരുദധാരികൾക്ക് മാത്രമുള്ള പരീക്ഷയല്ല, എല്ലാ ബിരുദധാരികൾക്കും എഴുതാൻ കഴിയുന്ന പരീക്ഷയാണ്. പക്ഷെ നിയമബിരുദമുള്ള ആളുകൾക്ക് കുറച്ച് മുൻഗണന ലഭിക്കുന്നു. അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. 50 മാർക്കിന്റെ നിയമഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യമാണ് മെയിൻസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജനറൽ കാറ്റഗറിയിൽ കുറച്ച് കുറവാണ്, കാരണം 2, 2, 2, 2. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ നിന്ന് 30 മാർക്കോളം വരുന്നുണ്ട്. കറണ്ട് അഫേഴ്സിൽ നിന്നാണ് 8 മാർക്ക്. ജനറൽ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കറണ്ട് അഫേഴ്സിൽ നിന്നാണ്, കാരണം 8 മാർക്കിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് കറണ്ട് അഫേഴ്സിൽ നിന്നുള്ളത്. പക്ഷെ ഓർക്കുക, ലോ ആണ് ഇവിടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്, കാരണം 50 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ലോയിൽ നിന്ന് ഉള്ളത്. അപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ടാലന്റ് അക്കാദമി ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. 3 വോളിയങ്ങളിലായി പഴയതും പുതിയതുമായ SCERT, NCERT പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിരിക്കുന്നത്. മുൻവർഷ ചോദ്യ പേപ്പറുകളെ ആധാരമാക്കിയിട്ട് സമ്പൂർണ്ണവും സമഗ്രവുമായിട്ടുള്ള ഈ ഒരു റാങ്ക് ഫയൽ, നിങ്ങൾക്കറിയാം നിങ്ങളെ 21ഓളം പ്രിലിംസ് പരീക്ഷകളാണ് ഡിഗ്രി ലെവൽ പരീക്ഷയിൽ നടക്കാൻ പോകുന്നത്. ആ പരീക്ഷകളിലെല്ലാം നിങ്ങളെ സഹായിക്കുവാനായിട്ട് ഈ ഒരൊറ്റ റാങ്ക് ഫയലിന് കഴിയും. 3 വോളിയങ്ങളിലായിട്ടുള്ള റാങ്ക് ഫയലാണ്. അപ്പോൾ ഈ റാങ്ക് ഫയൽ വാങ്ങുന്നതിന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഈ ഒരു പുസ്തകം ലഭ്യമാണ്. അപ്പം എത്രയും പെട്ടെന്ന് ഈ പുസ്തകം വാങ്ങിയിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. കഴിഞ്ഞിട്ടില്ല, ഡിഗ്രി ലെവൽ കോഴ്സുകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു റെക്കോർഡഡ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ട്, കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, അതുപോലെ സബ് ഇൻസ്പെക്ടർ പോലീസ്, FBCID, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് ഉണ്ട്, അസിസ്റ്റന്റ് ജയിലർ ഉണ്ട്, അസിസ്റ്റന്റ് നാഷണൽ സേവിങ്സ്, ജൂനിയർ അസിസ്റ്റന്റ്. ഈ പരീക്ഷകളിൽ എല്ലാം ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഈ കോഴ്സ് സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത്. ഈ കോഴ്സിന്റെ മറ്റു വിശദാംശങ്ങൾ കൂടെ ഞാൻ പങ്കുവെക്കാം. ഫുൾ സിലബസ് കവറേജ് ഉണ്ടാവും. 400 മണിക്കൂറിന് മുകളിൽ അധ്യാപകർ നയിക്കുന്ന, നല്ല എക്സ്പേർട്ട് അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകൾ ഉണ്ടാവും. അതുപോലെ ഫുൾ ലെങ്ത് മോഡൽ എക്സാം ഉണ്ടാവും, റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും, SCERT ക്ലാസ്സസ്, പഴയതും പുതിയതുമായ SCERT-ൽ നിന്നുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ഈ കോഴ്സിലുടനീളം ത്രൂ ഔട്ട് കണ്ടിന്യൂസ് മെന്റർ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാവും. പിന്നെ ഈ ഒരു കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം വാലിഡിറ്റിയോട് കൂടിയാണ് ഈ കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പൊ ഈ കോഴ്സിന്റെ വില, ഓഫർ വില എന്ന് പറയുന്നത് 2499 രൂപയാണ്. ലൈഫ് ടൈം വാലിഡിറ്റിയോട് കൂടിയാണ്. അപ്പൊ അഡ്മിഷനും മറ്റ് വിശദ വിവരങ്ങൾക്കുമായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 7593985757 എന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ വിശദമായിട്ട് തന്നെ ഈ കോഴ്സിന്റെ വിശദാംശങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമാറ്റീവ് വീഡിയോകളുമായിട്ട് നമ്മൾ ഇനിയും കണ്ടുമുട്ടും. അതുവരെ എല്ലാവർക്കും